Hare Ram, Ram Ram, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare. Hare Ram, Ram Ram, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Jaya Gurudeva, Jaya Gurudeva, Jaya Padipavan Srila Gurudeva. Jaya Prabhupada, Jaya Prabhupada, Jaya Bhaktivedanta Swami Prabhupada. Jaya Gaura Nityai, Jaya Gaura Nityai, Jaya Gaura Nityai, Jaya Gauranga Nityai, Nityai Gaura Haribol, Haribol. Haribol, Nityai Gaura Haribol. जय श्री प्रभुपाद की जय, श्री गुरुदेव की जय, आनंद गौड़ी वैष्णवंद की जय, जगन्नाथ बलदेव सुदाम सुदर्शन की जय, कृष्ण बलराम की जय, वृंदावन धाम की जय. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അപ്പം ഇന്നത്തെ നമുക്ക് പഠിക്കാനുള്ളത് ഗോപീജന വസ്ത്ര അപഹരണം, അതിൻ്റെ കാര്യത്തെപ്പറ്റിയാണ്. ശ്രീമദ് ഭാഗവത്തിലെ ദശമസ്കന്ധത്തില് 10ാമത്തെ സ്കന്ധത്തില് 22ാമത്തെ അധ്യായം. അതിലുപരിയായിട്ട് കൃഷ്ണ ബുക്കില്, ചില പ്രഭുപാദിന്റെ കൃഷ്ണ ബുക്കിലെ 22ാമത്തെ അധ്യായമായ ഗോപീജന വസ്ത്രാപഹരണം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവത്തിലെ ശ്ലോകങ്ങളൊക്കെ ഒന്ന് വായിക്കാം. ശ്രീശുകൗവാച ഹേമന്തേ പ്രഥമേ മാസി നന്ദവ്രജകുമാരിക ചേരുർഹവിഷ്യം ഭൂഞ്ചാനാം കാത്യായനി അർച്ചന വ്രതം അപ്ലുത്യാം ഭസി കാളിന്ദ്യ ജലാന്തേ ചോദിതേരുണ കൃത്വാ പ്രതികൃതിം ദേവീം അനർച്ചൂർ നൃപസൈകതിം ഗന്ധൈർമാല്യം സുരഭിർബലിഭിർധൂപദീപകൈ ഉച്ചാവാചൈ ശജോപഹാരൈ പ്രവാളഫലതണ്ടുലൈ കാർത്യായനി മഹാമായേ മഹായോഗിന്നദീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ ഗുരു തേ നമഃ. ഇതി മന്ത്രം ജപന്തസ്ത പൂജാം ചക്രുകുമാരികാം ഏവം മാസം വ്രതം ചേരും കുമാര്യാ കൃഷ്ണചേതസാം ഭദ്രകാളി സമാനർച്ചൂർ ഭൂയാത് നന്ദസുതപതിം ഉഷശുദ്ധായ ഗോത്രൈസ്വേർ അന്യോന്യാബദ്ധബാഹവ കൃഷ്ണമുച്ചേദ്യ ഗുര്യാന്ത്യ കാളിന്ദിം സ്നാതു അന്വഹം നന്ദ്യാം കദാചിത് ആഗത്യ തീരേ നിക്ഷേപ്യ പൂർവവത് വസാംസി കൃഷ്ണം ഗായന്ത്യോ വിജഹ്രൂ സലിലേ മുദാ ഭഗവത്തത് അഭിഭേത്യ കൃഷ്ണോ യോഗേശ്വരേശ്വര വയസൈരാവൃതസ്തത്ര ഗതസ്ഥത് കർമ്മസിദ്ധയേ താസാം വാസാസ്യുഭാദായാൻ നീപം ആരൂഹ്യ സത്വരാം ഹസദ്ഭി പ്രഹസൻ ബാലേ പരിഹാസം ഉവാചഃ അത്രാദ്യബലാ കാമം സ്വാം വാസപ്രഗൃഹീതം സത്യം ബ്രവാണിനോ നർമ്മ യത് യൂയം വൃതകർഷിത നമോ യോദിതപൂർവം വാ അനുദം തദിമേ വിദും ഏകൈകശ പ്രതിച്ഛത്വം സഹൈവോദ സുമോധ്യമാം തസ്യാ തത് ശോളിതം ദൃഷ്ട്വാ ഗോപ്യാ പ്രേമപരിപ്ലുത ക്രീഡിതോ പ്രേക്ഷ്യന്യോന്യം ജാതഹാസനനിർണയോയും ഏവം ബ്രുവതി ഗോവിന്ദേ നർമ്മണാ ക്ഷിപ്തചേതസ ആഖണ്ഡാമഗ്നചീതോ ദേവേപമാനാസ്തദ ആബ്രുവാൻ മാനയംഭോ കൃതാസ്വാത്വം തോ നന്ദഗോപസുതപ്രിയം ജാനിമോ അംഗ വൃജശ്ലാഖ്യാം ദേഹിം വാസാംസി വേപിതാം ശ്യാമസുന്ദരദേ ദാസ്യ കരവാമതബോധിതം ദേഹി വാസാംസി ധർമ്മജ്ഞനോ ചേദ്രാജ്ഞേ ബൃഹാമഹേ ഭവത്യോ ശ്രീ ഭഗവാനുവാച
ഭവത്യോ ഇതി മേ ദാസ്യോ മയോക്തം വാ കരിഷ്യതേ അത്ര ഗത്യാ തു വാസാംസി പ്രതിച്ഛന്തു ശുചിസ്മിതാം തഥോ ജലാശയാ സർവദാരികാശിതമോ വേഭിത പാണഭ്യാം യോനിയാ ചപ്യാം പ്രോത്തേരും ശീതകർഷിതാൻ ഭഗവാൻ ആഹതാവീക്ഷ്യ ശുദ്ധഭാവ പ്രസാദിതാം സ്കന്ധേ നിധായ വാസാംസി പ്രീത പ്രോവാചസസ്മിതം യൂയം വിവസ്ത്രാദിതപോ ധൃതവൃത വൃഗ്രാഹാദ തതു ദേവഹേളനം ബദ്ധ്വാജ്ഞലീമൂർത്തന്യ അപനുത്തായ ഹംസ ഋത്തോ നമോധോ വസനം പ്രഗൃഹീതതാം ഇത്യുച്യുതേന അഭിഹിതാം വജ്രാബലമത്വാ വിവസ്രുതാ പ്ലവനം പൃഥച്ഛുതിം തത്പൂർത്തിം കാമാസ്തത് അശേഷകർമ്മണ സാക്ഷാത്കൃതം നേമുർ അവദ്യ മൃഗ് യഥാ. അതായത് ശ്രീമദ് ഭാഗവത്തിലെ 22-ാമത്തെ അധ്യായത്തിലെ ദശമസ്കന്ധത്തിലെ ഭഗവാന്റെ ഗോപിജന വസ്ത്രാഭരണം എന്ന ലീല ആണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ സൗന്ദര്യം, സംഗീതം, കരുണ തുടങ്ങിയ ഗുണങ്ങളാൽ ആകർഷചിത്തകളായ ഗോപികളായ ഗോപികൾക്ക്, അപ്പൊ നമ്മൾ വൃന്ദാവനം മനസ്സിൽ കാണാം. ഗോപിമാരുടെ ആ ഭഗവാന്റെ ഉള്ള ആ സ്നേഹം എന്തൊക്കെയാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഗോപികൾക്ക് ഒരു നിമിഷം പോലും അവിടുത്തെ വിട്ടിരിക്കുക, ഭഗവാനെ വിട്ടിരിക്കാനായിട്ട് സാധ്യമല്ലാതായി തീർന്നിരിക്കുകയാണ്. ഗോപിസ്ത്രീകളുടെ ഭക്തിയെ പറ്റിയാണ് ഇതിനകത്ത് കൂടുതലും പറയുന്നത്. അതിനായി അവർ ദേവീ ഭജനം നടത്തുവാൻ തീരുമാനിച്ചു. ഭഗവാനെ വൃശ്ചിക മാസത്തിൽ ഭജനം ആരംഭിച്ചു. അതാ ദേവീ ഭജനം. കാർത്യായനി മഹാമായേ സർവയോഗം എന്ന് പറയുന്നത്. അരുണോദയത്തിൽ എഴുന്നേറ്റ് ഗോപികളെല്ലാവരും ഒത്തുചേർന്ന് നിവേദ്യത്തിനുള്ള സാധനങ്ങളെല്ലാം കയ്യിലെടുത്ത് ഭഗവാനെ കുറിച്ചുള്ള പാട്ടുകളും പാടിക്കൊണ്ട് കാളിന്തിപുഴയിലെത്തി എന്നാണ് പറയുന്നത്. വസ്ത്രങ്ങളും സാധനങ്ങളും എല്ലാം കരയിൽ വെച്ച് വെള്ളത്തിൽ കുറേ നേരം പാട്ടുപാടി കളിക്കും. കുളി കഴിഞ്ഞ് മണലും കൊണ്ട് ദേവി വിഗ്രഹം തീർത്ത് ജലഗന്ധ പുഷ്പ ധൂപാദികളിൽ ഭദ്രകാളിയെ പൂജിക്കും. പുഷ്പങ്ങൾ ആരാധിച്ച് അവർ പ്രാർത്ഥിച്ച് അലയോ കാർത്യായനി മഹാമായേ, കാർത്യായനി മഹാമായേ എന്താണ് പ്രാർത്ഥിക്കണേ? കാർത്യായനി മഹാമായേ മഹായോഗിന്നധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമ ഇതി മന്ത്രം ജപന്ത്യസ്താം പൂജാം ചക്രും കുമാരിക. അതായത് എന്തിനാ അവര് പിന്നെ കാർത്യായനി ദേവിയെ പൂജിച്ചത്? ഓരോ ഗോപകന്യകയും ഹേ കാർത്യായനി ദേവി മഹാമായേ, യോഗേശ്വരി സർവേശ്വരി നന്ദഗോപപുത്രനെ എനിക്ക് ഭർത്താവാക്കണമേ, ഞാനിതാ നിന്നെ വണങ്ങുന്നു. അതാണ് കാർത്യായനി ദേവിയോട് പ്രാർത്ഥിച്ചത്. എന്തിനാ? അതിനു വേണ്ടിയിട്ടാണ്. ഈ വണങ്ങുന്നു എന്നുള്ളതാണ് ആ മന്ത്രത്തിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ ഭഗവാൻ കാർത്യായനി ദേവിയെ മഹാമായേ യോഗീശ്വരി സർവേശ്വരി നന്ദഗോപപുത്രനെ എനിക്ക് ഭർത്താവാക്കണേ എന്ന് ഞാനിതാ നിന്നെ വണങ്ങുന്നു എന്ന് മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ദേവിയെ പൂജിച്ചു. അതായത് അതിലെ ഭാഗത്തിലെ ശ്രീ പ്രഭുപാദ് എന്താ പറയണെന്ന് വെച്ചാൽ, മായ എന്ന് വിളിക്കപ്പെടുന്ന കൃഷ്ണന്റെ മായിക ശക്തിയെയല്ലേ ഭഗവാന്റെ അന്തരംഗ ശക്തിയായ യോഗമായയെ കുറിക്കുന്നതാണ് ഇവിടെ ദുർഗാദേവി എന്ന് പരാമർശമെന്ന് ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നു. ആ ഭഗവാന്റെ ആന്തരിക ശക്തിയും മായ എന്ന ബാഹ്യശക്തിയും തമ്മിലുള്ള വ്യത്യാസം നാരദ പഞ്ചരാത്രത്തിൽ നമുക്ക് ശ്രുതിയും വിദ്യയും തമ്മിൽ നടക്കുന്ന സംഭാഷണത്തിൽ വിവരിക്കുന്നുണ്ട്. ജാനാദിയേകാ പരാകാന്ത സൈവ ദുർഗാ തഥാത്മാ യാ പരമാശക്തിർ മഹാവിഷ്ണു സ്വരൂപിണി യസ്യ വിജ്ഞാനമാത്രേണ പരാണാം പരമാത്മന മുഹൂർത്തതോ ദേവദേവസ്യ പ്രാപ്തിർ ഭവതി നാന്യത ഏകേയം പ്രേമ സർവസ്വ സ്വഭാവ ഗോകുലേശ്വരീ അനയാ സുലഭോജ്ഞയാ ആദിദേവോ അഖിലേശ്വര അസ്യ ആവരികാ ശക്തിർ മഹാമായ അഖിലേശ്വരി യയാ മുക്തം ജഗത് സർവം സർവേ ദേഹാഭിമാനിന. അതായത് ഭഗവാന്റെ അധമശക്തിയായ ദുർഗ എന്നാ പറയുന്നത്. അധമശക്തിയായ ദുർഗ അദ്ദേഹത്തിന് പ്രേമഭക്തിയുത സേവനത്തിന് സമർപ്പിക്കപ്പെട്ടവളാണ്. ഭഗവാന്റെ ശക്തി തന്നെ ആകയാൽ അതെല്ലാം ഭഗവാന്റെ ശക്തി തന്നെയാണ് എന്നാ പറയുന്നത്.
ഈ അധമശക്തി ഭഗവാനിൽ നിന്ന് വേറിട്ട ഒന്നല്ല, മറ്റൊരു ഉന്നത ശക്തിയുമുണ്ട്. ഭഗവാന്റെ ഒപ്പം തന്നെയാണ് ആ ശക്തി നിലകൊള്ളുന്നത്. ആ പരമശക്തിയെ ശാസ്ത്രീയമായി മനസ്സിലാക്കിയാൽ ദേവാദിദേവനായ പരമാത്മാവിനെ സാക്ഷാത്കരിക്കാം എന്നാണ് പറയുന്നത്. ഇതല്ലാതെ ഭഗവത് സാക്ഷാത്കാരത്തിന് മറ്റൊരു മാർഗവുമില്ല. ഭഗവാന്റെ ഈ പരമശക്തി ഗോകുലേശ്വരി എന്നറിയപ്പെടുന്ന ഭഗവത് പ്രേമത്തിൽ മാത്രം മുഴുകിയിരിക്കുന്നതാണ് അവളുടെ പ്രകൃതി. അവളുടെ ആർക്കും സുലഭമായി ആദിപുരുഷനായ ഭഗവാനിൽ എത്തിച്ചേരാം. അപ്പൊ ഭഗവാൻ ആ ദേവിയോട് പ്രാർത്ഥിച്ചെന്താ, ഭഗവാനിൽ എത്തിച്ചേരാനുള്ള ആ ഒരു പൂജയാണ് അവർ ചെയ്തത്. പിന്നെന്താ, ഭഗവത് പ്രേമത്തിൽ മാത്രം മുഴുകിയിരിക്കുന്നതാണ് അവളുടെ പ്രകൃതി എന്നാണ് പറഞ്ഞത്. അവളിലൂടെ ആർക്കും സുലഭമായി ആദിപുരുഷനായ ആ ഭഗവാനിൽ എത്തിച്ചേരാം. ഈ ആന്തരിക ശക്തിക്ക് ഒരു ആവരണ ശക്തിയുണ്ട്, അതാണ് മഹാമായ. മഹാമായ എന്നറിയപ്പെടുന്ന ഈ ഭഗവാന്റെ തന്നെയായ അധമശക്തിയുടെ ആണ് ഭൗതിക ലോകത്തെ ഭരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഭൗതിക ലോകത്തുള്ള ആ ദുർഗാദേവിയുടെ അല്ലെങ്കിൽ അതാണ് അധമശക്തി അല്ലെങ്കിൽ മഹാമായ എന്നാണ് പറയുന്നത്. പ്രപഞ്ചത്തെയൊക്കെ ഭ്രമത്തിലാഴ്ത്തുന്ന ഈ മഹാമായ കാരണം പ്രപഞ്ചവാസികൾ തങ്ങൾ ശരീരമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. അപ്പൊ അതാണ് അതായത് ഭൗതിക അഭിലാഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ശരീരമാണ്, ഞാൻ ആത്മാവല്ല എന്നുള്ള തെറ്റിദ്ധരിക്കുകയാണ് ജനങ്ങൾ. ഇതിൽ നിന്ന് ഭഗവാന്റെ ആന്തരികവും ബാഹ്യവുമായ അഥവാ ശ്രേഷ്ഠവും അധമവുമായ ശക്തികൾ യോഗമായ എന്നും മഹാമായ എന്നും അറിയപ്പെടുന്നു. അതായത് വൈദിക സംസ്കാരം അനുസരിച്ച് 10നും 14നും ഇടയ്ക്കാണ് ഈ പ്രായമുള്ള കന്യമാർ നല്ല ഭർത്താക്കന്മാരെ കിട്ടാനായിട്ട് ശിവനെയോ ദുർഗാദേവിയോ ആരാധിക്കണമെന്നാണ് അങ്ങനെയാണ് ശീലിച്ചു പോന്നിരിക്കുന്നത്. എന്നാൽ വൃന്ദാവനത്തിലെ കന്യമാരൊക്കെ കൃഷ്ണനോട് പ്രേമത്തിലായിരുന്നു എങ്കിലും ഹേമന്തകാലത്തെ ആദ്യ മാസത്തിൽ അവർ ദുർഗാരാധന തുടങ്ങി. അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഒക്ടോബർ നവംബർ മാസത്തിൽ എന്നാണ് ഹേമന്തത്തിലെ ആദ്യ മാസത്തിന്റെ പേര്. അന്ന് വൃന്ദാവനത്തിലെ കന്യകുമാർ മുഴുവൻ ഒരു വൃന്ദമെന്ന നിലയിൽ ദുർഗാപൂജ ആരംഭിച്ചു. സുഗന്ധ വ്യഞ്ജനങ്ങളോ പുളിയോ ചേർക്കാത്ത അരിയും പരിപ്പും മാത്രമാണ് വേവിച്ച് ഹവ്യയമായിട്ട് അവരുടെ ഭക്ഷണം എന്നാണ് പറയുന്നത്. ഈ സമയത്ത് ഏതെങ്കിലും അനുഷ്ഠാന കർമ്മം തുടങ്ങുന്നതിന് മുമ്പ് ശരീരം ശുദ്ധീകരിക്കാൻ ഇത്തരം ഭക്ഷണമാണ് വേദങ്ങളിൽ വിധിച്ചിരിക്കുന്നത്. പിന്നെന്താ, പ്രഭാതത്തിൽ യമുനാ സ്നാനം കഴിച്ച് വൃന്ദാവനത്തിലെ കന്യമാർ എന്നും കാർത്യായനി ദേവിയെ പൂജിക്കാറുണ്ട്. ദുർഗാദേവിയുടെ മറ്റൊരു പേരാണ് കാർത്യായനി. യമുനാതീരത്ത് മണൽ കൊണ്ട് നിർമ്മിച്ച വിഗ്രഹം പ്രതിഷ്ഠിച്ചാണ് അവർ ദേവിയെ പൂജിച്ചിരുന്നത്. ലോഹം, രത്നം, മരം, മണ്ണ്, കല്ല് എന്നിവ കൊണ്ടൊക്കെ വിഗ്രഹം നിർമ്മിക്കാമെന്ന് വേദഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ചിത്രം വച്ചും ആരാധിക്കാം. ഇതൊന്നുമില്ലെങ്കിൽ ആരാധനാമൂർത്തിയെ ഹൃദയത്തിൽ സങ്കല്പിച്ചും പൂജ നടത്താം. ഇത്തരം പ്രതിഷ്ഠാ രൂപങ്ങൾ സാങ്കല്പികമാണെന്ന് അദ്വൈതവാദികൾ കരുതുന്നു. എന്നാൽ അവയൊക്കെ എല്ലാ തരത്തിലും പരമ്പൊരുളായ ഭഗവാന്റെയോ ദേവന്മാരുടെയോ തനി രൂപങ്ങളായി വേദഗ്രന്ഥങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. വിഗ്രഹം നിർമ്മിച്ച് അതിൽ ചന്ദനവും പുഷ്പമാല്യങ്ങളും ചാർത്തി ധൂപദീപാദികളിൽ അലങ്കരിച്ച് ധാന്യങ്ങൾ, പഴങ്ങൾ, ഇലകൾ തുടങ്ങിയവ കാഴ്ചവെച്ചാണ് അവർ ആരാധന നടത്താറുള്ളത്. പൂജ കഴിയുമ്പോൾ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കും. വൃന്ദാവനത്തിലെ കന്യകമാർ ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചിരുന്നത് പ്രകാരമാണ്. ഹേ കാർത്യായനി, നേരത്തെ പറഞ്ഞതാണ് ഇതൊക്കെ. കാർത്യായനി, പരാശക്തി, മഹാമായ, യോഗേശ്വരി, സമസ്ത ലോകേശ്വരി ദേവി, എന്നിൽ കാരുണ്യമുണ്ടായി നന്ദകുമാരനായ കൃഷ്ണൻ എനിക്ക് ഭർത്താവായി വരാൻ അനുഗ്രഹിക്കണമേ. വൈഷ്ണവർ സാധാരണയായി ദേവന്മാരെ ആരാധിക്കാറില്ല. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചതാണ്. നിർമ്മലമായ അവരെന്താ മറ്റുള്ള ദേവീദേവന്മാരുടെ ബഹുമാനവും അതുപോലെ എല്ലാ കാര്യത്തിലും ഭക്തി തരണമേ, കൃഷ്ണഭക്തി തരണമേ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് ചെയ്യാറുള്ളത് വൈഷ്ണവര്. നിർമ്മലമായ ഭക്തിയുത സേവനം പുരോഗതി നേടാൻ ആഗ്രഹിക്കുന്നവരും ദേവന്മാരെ പൂജിക്കരുതെന്ന് ശ്രീല നരോത്തമദാസ് ഠാക്കൂർ പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണപ്രേമത്തിൽ ആരേക്കാളും മുമ്പിൽ നിൽക്കുന്ന ഗോപികമാർ, അതാണ് കൃഷ്ണപ്രേമത്തിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഭക്തർ എന്ന് പറയുന്നത് ഗോപികമാരാണ്. അപ്പോൾ ദുർഗയെ പ്രാർത്ഥിക്കുന്നതായി പറയുന്നുണ്ട്. ദേവന്മാരെ ആരാധിക്കുന്നവർ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കാറുണ്ട്. എന്നാൽ ഗോപികമാരുടെ ലക്ഷ്യം എന്താണെന്ന് നാം മനസ്സിലാക്കണം. സാധാരണയായി എന്തെങ്കിലും ഭൗതിക ലാഭത്തിന് വേണ്ടിയാണ് ദുർഗയെ പൂജിക്കുന്നത്. ഇവിടെ ഗോപികമാർ ദുർഗയെ ആരാധിച്ചത് കൃഷ്ണനെ ഭർത്താവായി കിട്ടാനാണ്. കർമ്മങ്ങളുടെ കേന്ദ്രം കൃഷ്ണനാണെങ്കിൽ ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഏതു മാർഗവും സ്വീകരിക്കാമെന്ന് സാരം.
കൃഷ്ണനെ സേവിക്കാനും. ഹരേ കൃഷ്ണ, എല്ലാവരും കേൾക്കുന്നുണ്ടോ? ഹരി ബോൾ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. എന്തായാലും ഒന്നും വേണ്ടാത്ത. ഓക്കെ 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 ഓക്കെ, താങ്ക് യു. അങ്ങനെ ഹരേ കൃഷ്ണ മാതാജി, ഹരേ കൃഷ്ണ. കൃഷ്ണനെ സേവിക്കാനും തൃപ്തിപ്പെടുത്താനും ഗോപികമാർക്ക് ഏത് മാർഗവും സ്വീകരിക്കാം. അതാണ് ഗോപികമാരുടെ സർവശ്രേഷ്ഠമായ ലക്ഷണം. കൃഷ്ണനെ ഭർത്താവായി കിട്ടാനാണ് ഒരു മാസം മുഴുവൻ അവർ ദുർഗയെ പൂജിച്ചത്. നന്ദകുമാരനായ കൃഷ്ണൻ ഭർത്താവായി വരണമെന്നാണ് എന്നും അവർ പ്രാർത്ഥിച്ചിരുന്നത്. ഗോപികമാർ എന്നും പ്രഭാതത്തിൽ യമുനയിൽ കുളിക്കാൻ പോവാറുണ്ട്. പരസ്പരം കൈകോർത്തു പിടിച്ച് അവരൊത്തുകൂടി കൃഷ്ണന്റെ അത്ഭുതകരമായ ലീലാവിലാസങ്ങളെക്കുറിച്ച് ഉച്ചത്തിൽ പാടുകയും പതിവായിരുന്നു. വസ്ത്രങ്ങൾ അഴിച്ചു വെച്ച് പൂർണ്ണനഗ്നരായ നദിയിൽ ഇറങ്ങി. ഇത് വായിച്ചതാണോ? അല്ലല്ല, ഇന്ത്യയിലെ സ്ത്രീകൾ വായിച്ചതാണോ? ആ അതെ, അപ്പൊ ഇന്ന് ഓക്കെ, എന്നാലും നമുക്ക് ഇത് ഒന്നുകൂടെ പഠിക്കാം. ഇന്നലെ കേറാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ അറേഞ്ച് ചെയ്തത്. ഇപ്പോൾ ഭഗവാന്റെ ആ കൃഷ്ണഭക്തി ഏറ്റവും കൂടുതലുള്ള ഗോപികമാർക്കാണ്. അപ്പൊ അവരുടെ പിന്നെ ഗോപിജന വസ്ത്രാഭരണത്തിന്റെ കഥകളാണ് നമ്മൾ ഇതിനകത്തൂടെ ഈ അധ്യായത്തിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താ പറഞ്ഞേ, കൃഷ്ണൻ വിട്ടുവീഴ്ചയ്ക്ക് ഭാവമില്ലെന്ന് കണ്ട ഗോപികമാർക്ക് അവന്റെ ആജ്ഞയ്ക്ക് വഴങ്ങയില്ലാതെ വേറെ പോംവഴിയല്ലായിരുന്നു. ഓരോരുത്തരും വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറി പരിപൂർണ നഗ്നരായി ഇരുന്നതിനാൽ ഇടത് കൈ കൊണ്ട് ജഖനം മുറിച്ച് അവർ നഗ്നത മാറ്റാൻ ശ്രമിച്ചു. ലളിതമായ അവതരണം തികച്ചും പരിശുദ്ധമായിരുന്നു. കൃഷ്ണൻ അതിൽ അതീവ സന്തുഷ്ടനായി. കൃഷ്ണൻ ഭർത്താവായി വരണമെന്ന് കാർത്യായനി ദേവിയോട് പ്രാർത്ഥിച്ചു. ഗോപകന്യമാർ മുഴുവൻ അതോടെ സംതൃപ്തരായി. ഹരേ കൃഷ്ണ. കൃഷ്ണൻ അതായത് എന്നെ ഭർത്താവായി കിട്ടാനാണ് നിങ്ങൾ കാർത്യായനി ദേവിയെ പൂജിച്ചത്. ഭഗവാൻ പറയുകയാണ്, അതിനാൽ നിങ്ങളുടെ ആഗ്രഹം ഞാൻ നിറവേറ്റി തരുന്നുണ്ട്. അടുത്ത ശരത്കാലത്ത് നമ്മൾ കണ്ടുമുട്ടുമെന്ന്, അപ്പോൾ ഭർത്താവ് എന്ന നിലയിൽ ഞാനുമായി നിങ്ങൾക്ക് മേളിക്കാൻ ആവുമെന്നും ഞാൻ നിങ്ങൾക്ക് വാക്കു തരുന്നു. മരണത്തണലിൽ ഇരുന്ന് വിശ്രമിച്ചപ്പോൾ കൃഷ്ണൻ അത്യന്തം സന്തോഷവാനായിരുന്നു. തുടർന്ന് നടക്കുന്നതിനിടയിൽ അവർ വൃന്ദാവനവാസികളോട് പറഞ്ഞു, പ്രിയപ്പെട്ട സ്തോക കൃഷ്ണ, വരുതപ, ഭദ്രസേന, സുദാമ, സുബല, അർജുന, വിശാല, ഋഷഭ, വൃന്ദാവനത്തിലെ ഭാഗ്യം ചെയ്ത ഈ വൃക്ഷങ്ങളെ നോക്കൂ. അന്യരുടെ ക്ഷേമത്തിനായി അവർ ജീവിതം സമർപ്പിച്ചിരിക്കുന്നു. കൊടുങ്കാറ്റ്, പേമാരി, ചുട്ടുകൊള്ളുന്ന വെയിൽ, തുളച്ചു കയറുന്ന തണുപ്പ് തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങളെല്ലാം നൽകാൻ അവർ സദാ ശ്രദ്ധാലുക്കളാണ്. അതായത് അത്രത്തോളം വൃക്ഷങ്ങളുടെ ആ ഒരു അതാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു ശ്രീനാഥഭി സുനീജേന തരോരഭി സഹിഷ്ണുന. അത്രത്തോളം സഹിഷ്ണുതയുള്ളവരാണ് ആ വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ സഹിഷ്ണുത നമ്മുടെ ജീവിതത്തിലും നമ്മൾക്കും സഹിഷ്ണുത മനോഭാവം വേണം. ഭക്തിയുത സേവനത്തിൽ വളരെ അത്യാവശ്യമാണ്. ആ ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്ന അഷ്ടകത്തിലൂടെ നമ്മൾ ഓരോ വരികളിലൂടെയും നമ്മുടെ ജീവിതചര്യ പുലർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഭക്തിയുത സേവനത്തിൽ മുന്നേറാനും ആ ഗോപികമാർക്ക് ഭഗവാനോടുള്ള ആ കൃഷ്ണപ്രേമം നമുക്കും കിട്ടുവാനും സഹായത്തിനുള്ള ഇടവരുമെന്നാണ് പറയുന്നത്. നമുക്ക് അടുത്തതായിട്ട് ഇതിനകത്ത് വിപ്രപത്നി അനുഗ്രഹലീലയാണ്. 23-ാമത്തെ അധ്യായത്തില് വിപ്രപത്നി അനുഗ്രഹലീല, അതും കൂടെ കുറച്ച് വായിക്കാം. അതായത് വിപ്രപത്നി അനുഗ്രഹലീല എന്ന് പറയുന്നത് അതിനകത്തുള്ള തുടക്കം എന്ന് പറഞ്ഞാല്, ഹേ രാമ, അല്ലയോ കൃഷ്ണ, കഠിനമായ വിശപ്പ്. വിപ്രപത്നി പറഞ്ഞാൽ ബ്രാഹ്മണ പത്നിമാർക്ക് ഉള്ള ആ ഒരു അനുഗ്രഹം ഭഗവാൻ കൊടുക്കുന്നത്, അതിൻ്റെ ഒരു കഥയാണിത്. അതിൻ്റെ ചെറിയതായിട്ട് നമ്മൾക്കൊന്ന് ചെറിയ രീതിയിൽ വായിച്ചിട്ട് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. ഹേ രാമ, അല്ലയോ കൃഷ്ണ, കഠിനമായ വിശപ്പ് ഞങ്ങളെ വല്ലാതെ ബാധിക്കുന്നു. അതാണ് അതായത് ഈ എന്താ പറഞ്ഞ
പ്രഭാതം കടന്നുപോയി. പ്രഭാത ഭക്ഷണം കഴിക്കാത്തതിനാൽ ഗോപബാലന്മാർക്ക് വല്ലാതെ വിശക്കുന്നുണ്ടായിരുന്നു. അവർ കൃഷ്ണനോടും ബലരാമനോടും പറഞ്ഞു, പ്രിയപ്പെട്ട കൃഷ്ണ, പ്രിയപ്പെട്ട ബലരാമ, നിങ്ങൾ ഇരുവരും സർവശക്തരാണ്. എത്രയോ അസുരന്മാരെ നിങ്ങൾക്ക് നിഗ്രഹിക്കാൻ കഴിയും. എന്നാൽ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് കഠിനമായി വിശക്കുന്നു. അത് ഞങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾക്ക് വിശപ്പ് മാറ്റാൻ എന്തെങ്കിലും തരൂ എന്നാണ് കൃഷ്ണ അവര് ആഗ്രഹിച്ചത്, പറഞ്ഞത്. കൂട്ടുകാരുടെ അപേക്ഷ കേട്ടപ്പോൾ കൂട്ടുകാരെ, അതായത് കൃഷ്ണന്റെ കൂട്ടുകാര് എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുകയാണ്. അവരെല്ലാം വന്നപ്പോൾ കൂട്ടുകാരുടെ അപേക്ഷ കേട്ടപ്പോൾ യാഗത്തിൽ ഏർപ്പെട്ടിരുന്ന ചില ബ്രാഹ്മണരുടെ പത്നിമാരിൽ ബ്രാഹ്മണന്മാരെല്ലാം അതീവ വേദമന്ത്രങ്ങളാ ഉച്ചരിച്ച് അവിടെ പിന്നെ വലിയ വലിയ യജ്ഞങ്ങളൊക്കെ നടത്തുകയായിരുന്നു. ഈ ഇവിടെ വന്നപ്പോൾ ഇതെല്ലാം നടക്കുന്നത് വൃന്ദാവനത്തിലാണ്. അപ്പൊ ബ്രാഹ്മണന്മാരുടെ പത്നിമാരിൽ കൃഷ്ണനും ബലരാമനും കാരുണ്യം തോന്നി. ആ പത്നിമാർ വലിയ ഭഗവത് ഭക്തകളായിരുന്നു. ആരുടെ? ബ്രാഹ്മണന്മാരുടെ ഭാര്യമാര്. അതാണ് വിപ്രപത്നി എന്ന് പറയുന്നത്. അതിനാൽ ഈ അവസരത്തിൽ അവരെ അനുഗ്രഹിക്കാൻ കൃഷ്ണൻ തീരുമാനിച്ചു. അപ്പൊ ഈ അവസരത്തിൽ അതിനു വേണ്ടിയിട്ട് ഈ ഒരു ലീല ആണ്, അതിന്റെ ലീലയാണ് ഈ പറയുന്നത്. അതാണ് വിപ്രപത്നി അനുഗ്രഹ ലീല. അതായത് ബ്രാഹ്മണ പത്നിമാരുടെ ആ ഒരു മനോഭാവം കണ്ടിട്ട് അതിന്റെ അനുഗ്രഹം അവർക്ക് കൊടുക്കുകയാണ്. അതിന്റെ കഥ അത് പറയാം, അടുത്ത് വരുന്നേ ഉള്ളൂ. അതായത് ചങ്ങാതിമാരെ അവൻ പറഞ്ഞു, ചങ്ങാതിമാരെ തൊട്ടടുത്തുള്ള ബ്രാഹ്മണ ഗൃഹത്തിൽ ചെല്ലുവിൻ. അവരിപ്പോൾ അംഗീരസമെന്ന വൈദിക യജ്ഞത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സ്വർഗപ്രാപ്തിയാണ് അവരുടെ ലക്ഷ്യം. നിങ്ങൾ അവിടെ ചെല്ലണം. തുടർന്ന് കൃഷ്ണൻ അവർക്ക് മുന്നറിയിപ്പ് നൽകി. ഈ ബ്രാഹ്മണർ വൈഷ്ണവരല്ല. കൃഷ്ണനെന്നും ബലരാമനെന്നും ഞങ്ങളുടെ നാമം പോലും ഉരുവിടാൻ അവർ കാവില്ല. യജ്ഞത്തിന്റെ ലക്ഷ്യം എന്നെ കണ്ടെത്തുകയാണെങ്കിലും വേദസൂക്തങ്ങൾ ഉരുവിടാനുള്ള തിരക്കിലാണവർ. അവർ കൃഷ്ണന്റെയും ബലരാമന്റെയും പേരിൽ ആകർഷര അല്ലാത്തതിനാൽ എൻ്റെ പേരിൽ അവരോടൊന്നും ആവശ്യപ്പെടരുത്. ബലരാമന്റെ പേരിൽ അവരോട് ദാനം ആവശ്യപ്പെടുക. ഉത്തമ ബ്രാഹ്മണർക്കാണ് പൊതുവെ ദാനം നൽകുക പതിവ്. നമുക്കറിയാവുന്നതാണ്. ശരിയായിട്ടുള്ള ബ്രാഹ്മണ ദാനം നൽകണം. അത് നമ്മുടെ ഒരു ധർമ്മമാണ്. അപ്പോൾ നമ്മൾ എവിടെ പോവുകയാണെങ്കിലും ബ്രാഹ്മണന്മാർക്ക് അതുകൊണ്ടാണ് ബ്രാഹ്മണന്മാർക്ക് വസ്ത്രം, പൈസ, ഇങ്ങനെയുള്ള എല്ലാം ബ്രാഹ്മണന്മാർക്ക് ദാനം നൽകാം പതിവ്. പക്ഷേ കൃഷ്ണനും ബലരാമനും ബ്രാഹ്മണ കുടുംബത്തിൽ അല്ലല്ലോ പിറന്നത്. ക്ഷത്രിയനായ വാസുദേവന്റെ പുത്രനായിട്ടാണ് ബലരാമൻ അറിയപ്പെടുന്നത്. വൃന്ദാവനത്തിലെ വൈശ്യനായ നന്ദമഹാരാജാവിന്റെ പുത്രനായിട്ടാണ് കൃഷ്ണൻ എല്ലാവരെയും അറിയപ്പെടുന്നത്. യദുകുല വംശം എന്ന് പറയുന്നത് വൈശ്യ സമ്പ്രദായത്തിലുള്ളതായിരുന്നാണ് പറഞ്ഞത്. കൃഷ്ണനെ എല്ലാവരും അറിയുന്നുണ്ട്. എന്തായാലും ഇരുവരും ബ്രാഹ്മണരല്ല. അതിനാൽ ഈ ബ്രാഹ്മണർ ഒരു ക്ഷത്രിയനോ വൈശ്യനോ ദാനം നൽകാൻ തയ്യാറാവില്ല. എങ്കിലും ബലരാമന്റെ പേര് പറഞ്ഞാൽ ഒരുപക്ഷെ ക്ഷത്രിയൻ എന്തെങ്കിലും ദാനം ചെയ്തുവെന്ന് വരാം. എന്തൊക്കെയായാലും വൈശ്യനായ എനിക്ക് അവരൊന്നും തരില്ല തീർച്ച. പരമ്പൊരുളായ ഭഗവാൻ ഇങ്ങനെ കൽപ്പിച്ചതനുസരിച്ച് കുട്ടികൾ ബ്രാഹ്മണരുടെ അടുത്തെത്തി ഭിക്ഷ ചോദിച്ചു. ബദ്ധാജനികളായ തറയിൽ സാഷ്ടാംഗം നമസ്കാരം ചെയ്ത് ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഭൂദേവന്മാരെ, ഭഗവാൻ കൃഷ്ണനും ബലരാമനും കൽപ്പിച്ചത് കേൾക്കുവിൻ. അവരിരുവരും നിങ്ങൾ അറിയുമെന്ന് ഞങ്ങൾ കരുതുന്നു. നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഞങ്ങൾ നേരുന്നു. കൃഷ്ണനും ബലരാമനും അടുത്തൊരിടത്ത് കാലിമേയ്ക്കുകയാണ്. അല്ലെ, വൃന്ദാവനത്തിൽ അവർ കാലിമേയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ഞങ്ങളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. അല്പം ഭക്ഷണം എന്തെങ്കിലും ചോദിക്കാനാണ് ഞങ്ങൾ വന്നത്. നിങ്ങൾ ബ്രാഹ്മണരാണല്ലോ, ധർമ്മതത്വങ്ങൾ നിങ്ങൾ നന്നായി അറിയുകയും. അപ്പോൾ അവരെല്ലാം യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത് അല്പം ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും ദാനം ചെയ്യണമെന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ അല്പം ഭക്ഷണം എന്തെങ്കിലും തരുവിൻ. ഞങ്ങൾ കൃഷ്ണനും ബലരാമനുമൊത്ത് അത് കഴിച്ചുകൊള്ളാം. മനുഷ്യ സമുദായത്തിൽ ഏറ്റവും ബഹുമാന്യരായ ബ്രാഹ്മണരാണെന്ന് ആണ് നിങ്ങൾ. ധർമ്മ മാർഗ തത്വങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടല്ലോ. അതായത് യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വേദമന്ത്രങ്ങളെല്ലാം ഉച്ചരിക്കൊണ്ടിരിക്കുന്ന അവരോടാണ് ഇവർ ഈ കൃഷ്ണന്റെ കൂട്ടുകാരൊക്കെ വന്ന് ഇങ്ങനെ ചോദിക്കുന്നത്. ഗ്രാമീണ ബാലന്മാരും അതിനാൽ തന്നെ
ധർമാനുഷ്ഠാനങ്ങളുടെ വൈദിക തത്വങ്ങൾ മനസ്സിലാക്കിയാൽ സാധ്യതയില്ലാത്തവരുമാണെങ്കിലും കൃഷ്ണന്റെയും ബലരാമന്റെയും സമ്പർക്കത്താൽ തങ്ങൾക്ക് അത്തരം തത്വങ്ങളെക്കുറിച്ചെല്ലാം അറിയാമെന്നാണ് അവർ സൂചിപ്പിച്ചത്. പരമ്പൊരുളായ ഭഗവാൻ കൃഷ്ണനും ബലരാമനും ഭക്ഷണം ആവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയുമില്ലാതെ കുട്ടികൾ അത് കൊടുക്കും. കാരണം യജ്ഞം നടത്തേണ്ടതും ഭഗവാൻ വിഷ്ണുവിന്റെ പ്രസാദത്തിലാണെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. അപ്പൊ നമ്മൾ ഏത് യജ്ഞം നടത്തുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഭഗവത് പ്രീതിക്ക് വേണ്ടിയിട്ട് മാത്രമാകണം. പരമ്പൊരുളായ പരമദിവ്യത്വ പുരുഷനായ ആ വാസുദേവന്റെ അനുഗ്രഹം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ വാസുദേവനോടുള്ള ഒരു പ്രേമമായിരിക്കണം നമുക്ക് ഏത് യജ്ഞത്തിലും ആവശ്യമുള്ളത്. യജ്ഞപുരുഷനാണ് ഭഗവാൻ. അതാണ്. എന്നാൽ പ്രത്യേകിച്ച് കലിയുഗത്തിൽ നാമയജ്ഞമാണ് ചെയ്യേണ്ടത്. ആ നാമയജ്ഞത്തിലൂടെ നമുക്ക് ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ പറ്റും എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നായിരിക്കണം നമ്മൾ. അതാണ് നമ്മുടെ മഹത്തായ യജ്ഞം. അപ്പൊ നമ്മൾ എപ്പോഴും ഏത് കാര്യങ്ങളും ചെയ്യുമ്പോഴും നമുക്ക് ആ യജ്ഞത്തിലൂടെ, അല്ലെങ്കിൽ ഭഗവാന്റെ സങ്കീർത്തന യജ്ഞത്തിലൂടെ തുടങ്ങിയാൽ അതെല്ലാം മംഗളകരമായി തീർക്കും എന്നാണ്. ലോകസ്യ സദ്യോ വിധിനോതി മംഗളം സർവൈ സുഭദ്രാശ്രവസേ നമോ നമ. അപ്പൊ ആ മംഗളം നമ്മൾക്ക് എപ്പോഴും ഭഗവാന്റെ മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് മഹത്തായ മഹാമന്ത്രം, അതാണ്. അത് നമ്മൾ പല രീതിയിലും പല ട്യൂണിലും പാടി കൊണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് ഏത് കാര്യവും. ഇപ്പൊ നമ്മൾ വീടിന്റെ പാലുകാച്ചൽ, അല്ലെങ്കിൽ ഒരു നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം നാമസങ്കീർത്തന യജ്ഞം നടത്തും. അപ്പൊ അവിടെയുള്ള എല്ലാവിധമായ അഭദ്രങ്ങളെല്ലാം മാറുകയും ആ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മംഗളകരമായ കാര്യം അവിടെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുകയും ആ മംഗളം നടക്കുകയും ചെയ്യും. അങ്ങനെയാണ് വളരെ പുരാതന കാലങ്ങൾക്ക് മുമ്പ് തന്നെ ചെയ്തിരുന്നത്. അപ്പം ആ ഗ്രാമീണ ബാലന്മാരും അതിനാൽ തന്നെ പിന്നെന്താ, കുട്ടികൾ കൃഷ്ണന്റെയും ബലരാമന്റെയും രൂപത്തിൽ ഭഗവാൻ വിഷ്ണു കാത്തു നിൽക്കുകയാണ്. നിങ്ങളുടെ കൈവശമുള്ള എന്തെങ്കിലും ഭോജനം ഞങ്ങൾക്ക് തരൂ, ഭക്ഷ്യവസ്തുക്കൾ സ്വീകരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവർ ബ്രാഹ്മണർക്ക് വിശദീകരിച്ചു കൊടുത്തു. പൊതുവെ വൈഷ്ണവർ അഥവാ നിർമ്മലരായ ഭഗവത് ഭക്തർ സാധാരണ യാഗകർമ്മങ്ങളിൽ പങ്കുകൊള്ളാറില്ല. എന്നാൽ ദീക്ഷ, പശു സപ്ത എന്നിങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ അവർക്ക് നന്നായി അറിയാം. ദീക്ഷയ്ക്ക് ശേഷവും മൃഗബലിക്ക് മുമ്പും സൗത്രാമണി അഥവാ മദ്യ നിവേദനത്തിന് മുമ്പ് ഭക്ഷണം കഴിക്കാൻ വിധിയുണ്ട്. കുട്ടികൾ പറഞ്ഞു, നിങ്ങളുടെ ഇപ്പോഴത്തെ ചടങ്ങിന്റെ സമയത്ത് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, കാരണം ഈ സമയത്ത് അത് നിരോധിച്ചിട്ടില്ല. അതിനാൽ ഇപ്പോൾ ഞങ്ങൾ ഭക്ഷണം തരുന്നതിന് തടസ്സമൊന്നുമില്ല. ഭഗവാൻ കൃഷ്ണന്റെയും ബലരാമന്റെയും ചങ്ങാതിമാർ വെറും ഗോപബാലന്മാരായിരുന്നുവെങ്കിലും യജ്ഞകർമ്മങ്ങളുടെ വൈദികാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഉന്നത ശ്രേണിയിലുള്ള ബ്രാഹ്മണരെ പോലും അനുശാസിക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു. അതാണ്. എന്നാൽ കേവലം മനസ്ഥിതിക്കാരായ സ്മാർത്ത ബ്രാഹ്മണർക്ക് ഭഗവാന്റെ സർവാതിശീയായ ഭക്തന്മാരുടെ അനുശാസനം മനസ്സിലാക്കാനുള്ള കഴിവില്ലാതായിപ്പോയി. അവര് അതായത് ഭഗവാന്റെ കുട്ടികൾക്ക് അവർ പരമമായ ഭഗവത് ഭക്തന്മാരായിരുന്നു. പക്ഷേ ബ്രാഹ്മണർക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാണ്ട് പോയി. അവര് വേദമന്ത്രങ്ങളെല്ലാം ഉൾപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. പരമാത്മായ ഭഗവാൻ കൃഷ്ണന്റെയും ബലരാമന്റെയും ഭിക്ഷ അഭ്യർത്ഥനയെ മാനിക്കാൻ പോലും അവർ തയ്യാറായില്ല. കൃഷ്ണനും ബലരാമനും വേണ്ടിയുള്ള വാദമുഖങ്ങൾ കെട്ടിട്ടും അവരതിനെ വകവച്ചില്ല. തന്നെയുമല്ല, കുട്ടികളോട് സംസാരിക്കാൻ പോലും ഈ ബ്രാഹ്മണന്മാര് തയ്യാറായില്ല എന്നാണ് പറയുന്നത്. ഭഗവാൻ കൃഷ്ണന്റെയും ബലരാമന്റെയും ചങ്ങാതിമാർ വെറും, അതായത് യാഗാനുഷ്ഠാനങ്ങളിൽ അനുവർത്തിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അവ മൊത്തത്തിൽ അറിയപ്പെടുന്നത് ദേശം എന്ന പേരിലാണ്. അവയെ ഇങ്ങനെ സംഗ്രഹിക്കാം: കാലം, മന്ത്രം, തന്ത്രം, അഗ്നി,
ഋത്വിക്, ദേവത, യജമാനൻ, ഋതു, ധർമ്മം, അങ്ങനെ പല പല പേരുകളുണ്ട്. അതായത് ബ്രാഹ്മണന്മാര് തങ്ങളോട് അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ബ്രാഹ്മണന്മാര് ഈ കുട്ടികളോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കില്ല. അവര് യജ്ഞത്തിൽ ഇരിക്കുകയാണ്, വേദമന്ത്രങ്ങളെല്ലാം ഉരുവിട്ടിരിക്കുകയാണ്. അവർക്ക് കൃഷ്ണനോടും ബലരാമനോടും വിസ്തരിച്ച് പറഞ്ഞ് ഇതൊക്കെ കാര്യങ്ങൾ പോയി പറയുകയാണ്. ഇത് കേട്ട് പരമ്പൊരുളായ ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു. ഭഗവാൻ ഇതെല്ലാം മനസ്സിൽ ഒന്ന് പുഞ്ചിരിച്ചു. കാരണം ഇവരൊന്നും പ്രസാദം ഇതും കൊടുത്തില്ല. ആ യജ്ഞത്തിൽ അവർ സ്ഥിരമായിട്ട് തന്ത്രങ്ങളെല്ലാം ഉരുവിട്ടുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അവർക്ക് പ്രസാദം കൊടുക്കാനോ ഇവർ വന്ന് ഈ ബ്രാഹ്മണ കുട്ടികൾ വന്ന് പ്രസാദം ചോദിച്ചപ്പോൾ അവരെ തിരസ്കരിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനത്തെ ഇതെല്ലാം പോയിട്ട് പറയുകയാണ്, ഭഗവാനോട് ബലരാമനോട് പറയുകയാണ്. അതാണ് ബ്രാഹ്മണർ തങ്ങളോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ കുട്ടികൾ നിരാശരായി. അവർ മടങ്ങി വന്നുണ്ടായ സംഭവങ്ങൾ കൃഷ്ണനോടും ബലരാമനോടും വിസ്തരിച്ചു പറഞ്ഞ് കേൾപ്പിച്ചു. ഇത് കേട്ട് പരമ്പൊരുളായ ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു. ബ്രാഹ്മണർ ഭിക്ഷ നൽകാത്തതിൽ ദുഃഖിക്കേണ്ട കാര്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അവരെ സമാധാനിപ്പിച്ചു. കാരണം ഭിക്ഷയുടെ രീതി തന്നെ അതാണ്. ഭിക്ഷ യാചിക്കുമ്പോൾ എപ്പോഴും വിജയിച്ചേ തീരൂ എന്നില്ലെന്ന് അദ്ദേഹം അവരെ ബോധ്യപ്പെടുത്തി. ഭിക്ഷ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാണ് പറയുന്നത്. ചിലയിടത്ത് പരാജയപ്പെടാനും സാധ്യതയുണ്ട്. എന്നാൽ അത് നിരാശയ്ക്ക് കാരണമാകരുത്. അതുകൊണ്ട് എല്ലാവരും ഒരിക്കൽ കൂടി പോകണമെന്ന് ഇത്തവണ യാഗത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ബ്രാഹ്മണരുടെ പത്നിമാരുടെ അടുത്താണ് ചെല്ലേണ്ടതെന്നും ഭഗവാൻ കൃഷ്ണൻ അവരോട് പറഞ്ഞു. അപ്പൊ ഇപ്രാവശ്യം പോകുമ്പോൾ ബ്രാഹ്മണ പത്നിമാരോട് ചോദിച്ചാൽ മതി. അതാണ് ഈ കഥയുടെ സാരം എന്ന് പറയുന്നത്. അതായത് ബ്രാഹ്മണന്മാർ ഇതെല്ലാം യജ്ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരോട് ചോദിക്കേണ്ട, ബ്രാഹ്മണ പത്നിമാരോട് ചോദിച്ചാൽ മതി എന്ന് ഭഗവാൻ ഇവരോട് അറിയിച്ചു. അവർ സദാ നമ്മെക്കുറിച്ചുള്ള ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ്. ആ ബ്രാഹ്മണ പത്നിമാര് എപ്പോഴും ഭഗവത് ചിന്തയിലും ഭഗവത് ഭക്തിയിലും മുഴുകിയിരിക്കുന്നവരാണ്. അവരുടെ സ്വഭാവവിശേഷങ്ങൾ വളരെ എല്ലാവരെയും സഹായിക്കാനുള്ള മനസ്ഥിതി ഉള്ളവരാണ്. പ്രസാദം തരാനും ആഹാരം തരാനുള്ള മനസ്ഥിതി ഉള്ളവരാണെന്ന് പറഞ്ഞു. എൻ്റെയും ബലരാമൻ്റെയും പേരിൽ ഭക്ഷണം ചോദിക്കുവിൻ. ആവശ്യപ്പെടുന്ന ഭോജ്യങ്ങൾ അവർ നിങ്ങൾക്ക് തരുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. കൃഷ്ണൻ ഈ കൂട്ടുകാരോടൊക്കെ പറയുവാണ്, നിങ്ങൾ ബ്രാഹ്മണ പത്നിമാരോട് പോയി ചോദിച്ചാൽ മതി. അവർ തീർച്ചയായിട്ടും എൻ്റെയും ബലരാമൻ്റെയും പേരിൽ ഭക്ഷണം ചോദിക്കുവിൻ. ആവശ്യപ്പെടുന്ന അത്രയും ഭോജ്യങ്ങൾ അവർ തന്നിരിക്കും എന്നാണ് ഈ ബ്രാഹ്മണ കുട്ടികളോട് പറയുന്നത്. അപ്പോൾ കൃഷ്ണന്റെ ആജ്ഞ നടപ്പിലാക്കിക്കൊണ്ട് അവർ ഉടനെ ബ്രാഹ്മണ പത്നിമാരുടെ അടുത്തേക്ക് പോയി. പത്നിമാർ വീട്ടിനുള്ളിലായിരുന്നു. സർവ്വ ആഭരണ വിഭൂഷിതരായിരുന്ന അവരെ ആദരപൂർവ്വം നമസ്കരിച്ചിട്ട് കുട്ടികൾ ഇങ്ങനെ പറഞ്ഞു, പ്രിയപ്പെട്ട അമ്മമാരെ, ദയവായി ഞങ്ങളുടെ പ്രണാമങ്ങൾ സ്വീകരിച്ച് ഞങ്ങൾ പറയുന്നത് കേട്ടാലും. കൃഷ്ണനും ബലരാമനും ഇവിടെ തന്നെ ഉണ്ടെന്ന് ഞങ്ങൾ അറിയിക്കട്ടെ. അവർ തൊട്ടടുത്ത് തന്നെ കാളിന്തിതരയുടെ നദീതീരത്ത് അവിടെ ഈ പശുക്കളെയൊക്കെ ആയിട്ടുള്ള ആ ലീലയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരിവിടെ അടുത്ത് തന്നെ ഉണ്ട്. ഞങ്ങൾക്ക് അല്പം ഞങ്ങൾ പറയുന്നത് കേട്ടാലും അവരെല്ലാം പശുക്കളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അവരുടെ നിർദ്ദേശമനുസരിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കൃഷ്ണന്റെയും ബലരാമന്റെയും നിർദ്ദേശമനുസരിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്നാൽ എന്താ പറഞ്ഞേ, ഇതൊക്കെ ഒന്ന് കേട്ടാലും അറിഞ്ഞാലും എന്നൊക്കെ ഈ ബ്രാഹ്മണ പത്നിമാരോട് ഈ കുട്ടികൾ പറയുകയാണ്. അതിനാൽ അല്പം ഭക്ഷണം ചോദിക്കാനാണ് ഞങ്ങൾ വന്നത്. കൃഷ്ണനും ബലരാമനും ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ എന്തെങ്കിലും തന്നാലും. ഇത് കേട്ടതോടെ ബ്രാഹ്മണ പത്നിമാർ ഉടനെ തന്നെ കൃഷ്ണനെയും ബലരാമനെയും ഓർത്ത് ആകുലയത്തരായി. അപ്പൊ കൃഷ്ണനും ബലരാമനുമാണ് പറഞ്ഞു വിട്ടത് ഇവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ബ്രാഹ്മണ പത്നിയോട്. ആദ്യത്തെ ദിവസം പോയിട്ട് ബ്രാഹ്മണന്മാരെ യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ പോയിട്ട് ഇവരെ ആട്ടി ഓടിച്ചെന്ന് തന്നെ പറയാം. അങ്ങനെ അവർക്കൊന്നും കിട്ടിയില്ല. പിറ്റേ ദിവസം ബ്രാഹ്മണ പത്നിമാരോട് ചോദിക്കാനായിട്ട് ഭഗവാൻ പറഞ്ഞു വിടുകയും അതനുസരിച്ച് ബ്രാഹ്മണ പത്നിമാരുടെ അടുത്ത് വന്ന് ചോദിക്കുകയും അങ്ങനെ അപ്പോൾ അവരെന്താ പറഞ്ഞത്, അവരെല്ലാം വളരെ ആകുലരായി. ഇത്തരം പ്രതികരണങ്ങൾ നൈസർഗികമാണ്. കൃഷ്ണന്റെയും ബലരാമന്റെയും പ്രാധാന്യം ആരും അവർക്ക് ബോധ്യപ്പെടുക കൊടുക്കേണ്ടതില്ല. അവരുടെ പേര് കേട്ട മാത്രയിൽ തന്നെ അവരെ കാണാൻ ബ്രാഹ്മണ പത്നിമാർക്ക് വളരെ തിടുക്കമായി എന്നാണുള്ളത്. അപ്പൊ കൃഷ്ണനും ബലരാമനും ഈ അടുത്ത് തന്നെ ഉണ്ട്. അവരിങ്ങോട്ട് വന്നില്ല. അവർ ഞങ്ങളെ പറഞ്ഞു വിട്ടതാണ്, അല്പം പ്രസാദം തരൂ എന്ന് പറഞ്ഞത്. പിന്നെന്താ,
അവരെ ഇവരുടെ പേര് കേട്ട മാത്രയിൽ തന്നെ അവരെ കാണാൻ ബ്രാഹ്മണപത്നിമാർക്ക് വളരെ തിടുക്കമായിട്ട് കൃഷ്ണചിന്തയിൽ അവർ വളരെ മുന്നോട്ട് പോയി. അപ്പോൾ തന്നെ ഭഗവാനെ പറ്റിയുള്ള ചിന്ത അവർക്ക് ബ്രാഹ്മണപത്നിമാർക്ക് കൂടി കൂടി വരികയും അവരുടെ മാത്രം ഭഗവാന്റെ ആ ചിന്തയിൽ മാത്രം അവർ മുഴുകിയെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ കൃഷ്ണചിന്തയിൽ വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞിരുന്നാൽ ഏറ്റവും വലിയ യോഗികളായിരുന്ന അവർ വളരെ വേഗം അവർ പല പാത്രങ്ങളിൽ വിശിഷ്ടഭോജ്യങ്ങൾ നിറച്ചു. യജ്ഞം നടക്കുന്ന അവസരമാകിയാൽ എല്ലാ വിഭവങ്ങളും സ്വാദിഷ്ടമായിരുന്നു. അപ്പൊ യജ്ഞത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം വളരെ നല്ല സാധനങ്ങളും വളരെ വിലപ്പെട്ട സാധനങ്ങളും വളരെ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളായിരിക്കില്ല. അപ്പൊ എല്ലാ വിഭവങ്ങളും വളരെ സമൃദ്ധമായ ഒരു സദ്യ തന്നെ അവർക്ക് കൊടുത്തു. അവർ ശേഖരിച്ചുകൊണ്ട് തങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠ സ്നേഹഭാജനമായ കൃഷ്ണന്റെ അടുത്തേക്ക് അവർ തിടുക്കമായിട്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറായി വന്നു എന്നാണ് പറയുന്നത്. സാഗരോന്മുഖമായി പായുന്ന നദികളെ പോലെ, അതായത് നദികൾ എങ്ങനെയാണോ പാഞ്ഞു പോകുന്നത് അതുപോലെ അവർ ഓടിയെത്തി എന്നാണ് പറയുന്നത്. ഈ പ്രസാദം കിട്ടിയ ഉടനെ, അല്ലെങ്കിൽ ഈ യജ്ഞ സ്ഥലത്ത് ഉപയോഗിച്ചിരുന്ന ആ മഹാപ്രസാദം എന്നാണ് പറയുന്നത്. അങ്ങനെ വിപ്രപത്നിമാർ ഏറെക്കാലമായി കൃഷ്ണനെ കാണാൻ വെമ്പുകയായിരുന്നു. വിപ്രപത്നിമാർക്ക് എങ്ങനെയാണോ കൃഷ്ണനെ കാണാനായിട്ട് അവർ വളരെ എന്നാണോ കാണാൻ പറ്റുന്നത് എന്നൊക്കെ അവർ പല ദിവസങ്ങളായിട്ട് അവർ വെമ്പുകയായിരുന്നു. അവനെ കാണാൻ പുറപ്പെട്ടപ്പോൾ ഭർത്താക്കന്മാരും പിതാക്കന്മാരും മക്കളും ബന്ധുക്കളും അവരോട് പോകരുതെന്ന് തന്നെ പറഞ്ഞു. കാരണം ബ്രാഹ്മണന്മാർ ഈ ഇങ്ങനെയുള്ള സ്മാർത്ത ബ്രാഹ്മണന്മാർ അവർക്ക് എപ്പോഴും മന്ത്രതന്ത്രങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നതാണ് അവർക്ക് പതിവ്. അപ്പോൾ അവർ ഭഗവാനെ കാണാനോ എന്തിനാണ് പോയത്, അവരുടെ ബന്ധുക്കളും അവരുടെ ഭർത്താക്കന്മാരും ഒക്കെ പോകരുത് തന്നെ പറഞ്ഞു. പക്ഷെ എന്നാൽ ബ്രാഹ്മണപത്നിമാര് ഇതിനൊന്നും വഴങ്ങിയില്ല. അവരെന്ത് ചെയ്തു? കൃഷ്ണന്റെ ആകർഷണത്തിന്റെ വിളി കേട്ടാൽ, ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ എന്നുള്ള വിളി കേട്ടാൽ ആ ഭക്തൻ ശാരീരിക ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാറില്ല. അതാണ് വളരെ പോയിന്റായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അവർ യമുനാതീരത്ത് പുതുതായുണ്ടായ വള്ളികളും പൂക്കളും സസ്യങ്ങളും കൊണ്ട് നിബന്ധമായ വൃന്ദാവനത്തിൽ കിടന്ന് അവിടെ ആ വനാന്തരത്തിൽ കാലിമേയ്ക്കുന്ന കൃഷ്ണനെയും ബലരാമനെയും അവരുടെ വാത്സല സുഹൃത്തുക്കളെയും ബ്രാഹ്മണപത്നിമാർ കണ്ടു. അവർ ഓടി ചെന്ന് ഇവിടെ ഈ വൃന്ദാവനത്തിലെ വനാന്തരത്തിൽ കാലിമേച്ചുകൊണ്ടിരിക്കുക, ഗോകുളമായിട്ട് ആ ലീല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പോൾ അവര് ബ്രാഹ്മണപത്നിമാർ ഓടിച്ചെന്ന് അപ്പോഴത്തെ അവിടുത്തെ ആ അന്തരീക്ഷത്തിന്റെ കാര്യമാണ് പറയുന്നത്. പൊന്നൊളി വീശുന്ന പട്ടുയാട ചാർത്തി പരിലസിക്കുന്ന കൃഷ്ണനെ ബ്രാഹ്മണപത്നിമാർ കണ്ട ഉടൻ അവൻ മാറിൽ വനമാലയണിഞ്ഞിരുന്നു. ഭഗവാന്റെ ആ ഒരു അലങ്കാരപ്രിയനായ ഭഗവാന്റെ ആഭരണങ്ങളേക്ക് വനമാല ഒക്കെ അണിഞ്ഞ് നിൽക്കുന്ന ആ ഭഗവാനെ കണ്ടപ്പോൾ അവര് വിപ്രപത്നിമാര് കാണാനായിട്ട് ഓടി വരികയാണ്. അപ്പൊ ഇവരെയൊക്കെ കണ്ടിവിടെ എന്താ എങ്ങനെയാണ്? ശ്യാമം ഹിരണ്യപരിധിം വനമാല്യബർഹ താതുപ്രവാള നടവേഷു അനുഭൃതാംസേ വിന്യസ്ത ഹസ്ത വിതരേണ ധുനാനബബ്ജം കർണോത്പലാള കപോല ഉപാബ്ജഹാസം എന്നാണ് പറയുന്നത്. അതായത് ശ്യാമം, അതായത് മുഖൻ പൊൻനിറമാർന്ന ആടകൾ ധരിച്ച് മേഘശ്യാമ വർണ്ണനായി മയിൽപ്പീലിയും വർണ്ണധാതുക്കളും പൂന്തളിരുകളും വനമാലയും അണിഞ്ഞ് ഒരു നർത്തകനെ പോലെ, നമ്മൾ കണ്ടിട്ടില്ലേ ഇവിടെ ഭഗവാന്റെ ഈ ഉത്സവ സമയത്ത്, ഗുരുവായൂരപ്പൻ്റെ ഉത്സവ സമയത്തൊക്കെ ഭഗവാന്റെ വേഷം കെട്ടി വരുന്ന എത്രയോ ഭക്തന്മാര്, അവരെ കാണുമ്പോൾ തന്നെ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാം ഫോട്ടോ എടുക്കാനും അവരോടൊപ്പം നിൽക്കാനും ഓടി ഓടി കളിക്കുന്നു അല്ലെ. കഴിഞ്ഞ ഉത്സവകാലത്ത് വളരെ മനോഹരമായ ഒരു ആൺകുട്ടി ആ പഞ്ചുലാലിൻ്റെ അവിടെ നിന്ന് ഓടി വരുന്നത്, അവരോടൊപ്പം സ്ത്രീകളെല്ലാം ഓടി വരുന്നതും വളരെ മനോഹരമായിരുന്നു. വളരെ അദ്ദേഹം അണിഞ്ഞൊരുങ്ങി വന്ന് വളരെ, അപ്പൊ ഇത് പറയുമ്പോൾ അതാണ് ഓർമ്മ വരുന്നത്. അപ്പൊ പൊൻനിറമാർന്ന ആടകൾ ധരിച്ച് മേഘശ്യാമ വർണ്ണനായി മയിൽപ്പീലിയും വർണ്ണധാതുക്കളും പൂന്തളിരുകളും വനമാലയും, അതാണ് ശ്യാമം ഹിരണ്യപരിധിയും വനമാല്യ ബർഹ ധാതുപ്രവാള നടവേഷു അനുവൃതാംസേ വിന്യസ്ത ഹസ്ത ഇതരേണ ധുനാനവബ്ജം കർണോത്പലാള കപോല വാബ്ജഹാസം എന്നാണ്. ഭഗവാൻ ആ പൊന്നിറമാർന്ന ആടകൾ ധരിച്ച് മേഘശ്യാമവർണ്ണനായി മയിൽപ്പീലി ചൂടി, പിന്നെന്താ വർണ്ണധാതുക്കളും പൂന്തളിരുകളും വനമാലയും അണിഞ്ഞ് ഒരു നർത്തകനെ പോലെ കൃഷ്ണൻ ഒരു കൈ മിത്രത്തിന്റെ തോളിലിട്ട്, ബലരാമന്റെ തോളിലിട്ട്
ഒരു കൈ ഇങ്ങനെ ചുഴറ്റിക്കൊണ്ട്, താമരപ്പൂ കൊണ്ട് ഇങ്ങനെ ചുഴറ്റിക്കൊണ്ട് ആ ഒരു ബലരാമൻ്റെ തോളിൽ ഒരു കൈ വെച്ചുകൊണ്ട് താമരപ്പിനെ ചുഴറ്റുകയും, അങ്ങനെ കവിളുകളിൽ ഭഗവാന്റെ ആ അലങ്കാരത്തെ പറ്റി പറയണേ, കവിളുകളിൽ കുറുനിരകളും ചെവികളിൽ ആമ്പൽപ്പൂക്കളും ശോഭിച്ചിരുന്നു. ഇതെല്ലാം ചെവിയിൽ ആമ്പൽപ്പൂവൊക്കെ വെച്ച് ആ ചെവിയിലെ ആ മുടികളൊക്കെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്നത് എന്തൊരു ഭംഗിയായിരിക്കും അല്ലേ. അങ്ങനെ പിന്നെന്താ, താമരപ്പൂവുള്ള മുഖത്തൊരു മന്ദഹാസം വിളങ്ങി നിന്നു. ആ മുഖത്ത് ഭഗവാൻ പുഞ്ചിരി തൂക്കുണ്ട്. ശ്യാമം എന്താ, എങ്ങനെയാണ്, ഹാസം ഹരേര വനതാകില ശോകമോഹ. ഭഗവാന്റെ ആ പുഞ്ചിരി, ഗുരുവായൂരപ്പൻ്റെ പുഞ്ചിരി കണ്ടു കഴിഞ്ഞാൽ ആർക്കാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ പറ്റാത്തത്? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭഗവാനെ കാണുമ്പോൾ ആ ഭഗവാൻ മനോഹരമായിട്ട് പുഞ്ചിരി തൂന്നിക്കൊണ്ടിരിക്കുന്ന അതോ എങ്ങനെയായിരിക്കണേ, തൃക്കാൽ രണ്ടും പിണച്ച തിരുമുഖ കമലം ദക്ഷിണേജ അച്ചുവച്ചും തൃക്കൈയിൽ കാഞ്ചനോടക്കുഴലുമത പിടിച്ചൂതി മന്ദഹസിച്ചു തക്കത്തിൽ പീലി ചൂടി കരിമുകിൽ വടി മുമ്പൂണ്ട് നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം മമഹൃതി കളിയാടിടുവാൻ കൈതൊഴുന്നേ. അപ്പം അതായിരിക്കണം നമ്മുടെ ചിന്ത, അതായിരിക്കണം നമ്മൾ ഗുരുവായൂരത്തിൽ അമ്പലത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ എവിടെ ഇരുന്നാലും ഭഗവാന്റെ ആ ഭഗവാനോടുള്ള ചിന്ത, ആ പ്രേമം അതെങ്ങനെയായിരിക്കണം. ഭഗവാൻ ഇങ്ങനെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് നിൽക്കുകയാണ് അല്ലേ, കണ്ണൻ ഇങ്ങനെ പുഞ്ചിരിയൊക്കെ തൂക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിപ്രപത്നിമാർ ഏറെക്കാലമായിട്ട് കൃഷ്ണനെ കാണാനായിട്ട് വെമ്പുകയായിരുന്നു. അപ്പോഴാണ് ഭഗവാൻ എങ്ങനെ പൊന്നുള്ളി വീശുന്ന പട്ടിയാടയാർത്തി പരിലസിക്കുന്ന കൃഷ്ണനെ ബ്രാഹ്മണപത്നിമാർ കണ്ട ഉടനെ ഇതൊക്കെ കണ്ട കാര്യങ്ങളും ആ വനമാല അണിഞ്ഞ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പൊ പിന്നെന്ത് ചെയ്തു അവർ, ഇങ്ങനെയുള്ള ആ പരമ്പരകളിലെ ഭഗവാനെ ബ്രാഹ്മണപത്നിമാർ കൺമുമ്പിൽ കണ്ണു നിറയെ കാണുകയാണ് അല്ലേ. നമ്മളും ഭഗവാന്റെ ആ ഗുരുവായൂർ അമ്പലത്തിലേക്ക് കയറുമ്പോൾ പുറകെ ഇരുന്ന് കണ്ണ് നിറയെ കാണും. അവർ ഇവരെല്ലാം സെക്യൂരിറ്റിക്കാര് കടക്ക് തുറന്ന് എന്താ തൊഴുതു തുടങ്ങൂ പറയുമ്പോൾ എന്താ പറയണേ, നമ്മൾ അല്പം കൂടി നിൽക്കും, അവർ പിടിച്ച് പുറത്താക്കണവരെ അവിടെ നിൽക്കും അല്ലേ. എന്നാലും കൂടി നമ്മളെ ഭഗവാന്റെ എന്താ കണ്ണിന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എത്ര നേരം കണ്ടാലും കണ്ണ് നിറയെ കണ്ട് മുഖാമുഖം കണ്ട മാത്രയിൽ അവരുടെ കണ്ണുകളിലേക്ക് കൃഷ്ണൻ അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു. അതാണ് ഹൃദയത്തിലേക്ക് കടന്ന് അവർ മതിവരുവോളം കൃഷ്ണനെ ആശ്ലേഷിച്ചു. അതോടെ വിരഹ ദുഃഖത്തിന് കുറവ് വന്നു. അപ്പോൾ ആ ഭഗവാനെ കണ്ട ഉടനെ ഭഗവാനെ കണ്ട ഉടനെ ആശ്ലേഷിച്ച് അപ്പോൾ അവരുടെ വിരഹ ദുഃഖത്തിനൊക്കെ കുറവ് വന്നെന്നാണ് പറഞ്ഞത്. വിപ്രപത്നിമാരെ കണ്ട ഉടനെ എങ്ങനെ ചോദിച്ചു, സ്വാഗതം വോ മഹാഭാഗ ആസ്യതാം കരവാമകിം എന്നോ ദിദൃക്ഷയാ പ്രാപ്ത ഉപന്നമിതം ഹിവ. കൃഷ്ണൻ പറയാണ്, മഹാഭാഗ്യശാലിനികളെ, നിങ്ങൾക്ക് സ്വാഗതം. ഇരുന്നാലും ഞാൻ എന്താണ് ചെയ്തേണ്ടത്? ഭഗവാൻ ചോദിക്കുകയാണ്. ഈ പ്രപഞ്ച സൃഷ്ടാവായ അല്ലെങ്കിൽ പരമദിവ്യോത്തമനായ ഭഗവാൻ ഭക്തരുടെ ഹൃദയം കവർന്നെടുക്കുന്നു. അതാണ് ചോദിക്കുന്നില്ലേ. നിങ്ങൾ എന്നെ കാണാനായി ഇവിടെ വന്നത് നിങ്ങൾക്ക് യുക്തം തന്നെ, അത് നല്ല കാര്യം തന്നെ. പക്ഷേ എന്താണ് വേണ്ടത്? അവരെല്ലാം സ്വാഗതം ചെയ്യുവാണ്. എന്താ, നിശയിൽ തന്നോടൊപ്പം നൃത്തം ചെയ്യാനായി ഗോപികമാരെ സ്വാഗതം ചെയ്യുന്ന പോലെ, രാസക്രീഡ സമയത്ത് ഗോപികമാരൊക്കെ ഭഗവാൻ സ്വാഗതം ചെയ്യുന്ന പോലെ എന്താണ്, എല്ലാ തടസ്സങ്ങളും അതിജീവിച്ച് തന്നെ കാണാൻ ചേർന്ന ഈ ഇവരോടുള്ള പരിശുദ്ധ പ്രേമം തെളിയിച്ച ഈ വിപ്രപത്നിമാരെ കൃഷ്ണൻ സ്വാഗതം ചെയ്ത്, ഈ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാരുടെ ആജ്ഞകളെ തിരസ്കരിച്ചിട്ടാണ് വന്നിരിക്കുന്നതെങ്കിലും ഭഗവാൻ ചെയ്യുന്ന ഈ ഭക്തിയുത സേവനം തടയാനാണ് ആ ഭർത്താക്കന്മാർ ശ്രമിച്ചത്. അപ്പോൾ ഭഗവാൻ അതാണ് ആസുരിക സ്വഭാവമുള്ള അല്ലെങ്കിൽ അസുര സ്വഭാവത്തിൽപ്പെടും ഭഗവാനോടുള്ള ഈ ഭക്തിയുത സേവനം അവർക്ക് തടയാൻ വേണ്ടിയിട്ടാണ്. അതാണ് മായ എന്ന് പറയുന്നത്, തടയാനായിട്ടാണ്. അപ്പോൾ നമ്മളും ഇങ്ങനെ അമ്പലത്തിൽ പോകാനും നാമം ജപിക്കാനും ഒക്കെ പോകുമ്പോൾ നമ്മളെയും പലരും തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ കൂടി അതിനെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് ആ ഭർത്താക്കന്മാർ ശ്രമിച്ചത്. അതിനാൽ വിപ്രപത്നിമാർ ചെയ്തത് ഉചിതം തന്നെ, നിങ്ങൾ ചെയ്തത് ഉചിതം തന്നെ എന്നാണ് ഭഗവാൻ പറയുന്നത്. പിന്നെന്താ, അവർ മതി വരുവോളം ഭഗവാനെ ആശ്ലേഷിച്ചു. അങ്ങനെ യഥാർത്ഥത്തിൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം അതേപടി പാലിക്കുകയാണ് അവർ അല്ലെ. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്ന
എന്താ സർവധർമ്മ പരിത്യജ മാമേകം ശരണം പ്രജ അഹം സ്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. എന്നിൽ ശരണാഗതി പ്രാപിക്കൂ, എന്നെ സേവിക്കൂ, എൻ്റെ പാതാരബന്ധങ്ങളിൽ ഞാൻ നിങ്ങളെ എല്ലാ ഇതിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മാറ്റം വരുത്താം. അതുപോലെ എൻ്റെ സാമ്രാജ്യത്തിലേക്ക് നിങ്ങൾ എപ്പോഴും വരുവാൻ പറ്റും എന്നാണ് പറയുന്നത്. പിന്നെന്താ, കൃഷ്ണൻ വിപ്രപത്നിമാരുടെ ഹൃദയത്തിൽ പ്രവേശിച്ചപ്പോഴും അവർ കൃഷ്ണനെ ആശ്ലേഷിച്ചു, അവനിൽ ലയിച്ച പരമാനന്ദം അനുഭവിച്ചവും കൃഷ്ണന് തൻ്റെയോ വിപ്രപത്നിമാർക്കോ അവരുടെ വ്യക്തിത്വം നഷ്ടപ്പെട്ടിരുന്നില്ല. അവരുടെ വ്യക്തിത്വം നഷ്ടപ്പെടാതെ തന്നെ അസ്തിത്വത്തിൽ അവർക്ക് ഏകത്വം അനുഭവപ്പെട്ടു. ഇങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾക്കൂടെ പറഞ്ഞു തരണ എന്തിനാന്ന് വെച്ചാൽ, ഈ കഥകളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ, ബദ്ധാത്മാവിൻ്റെ ഏറ്റവും സമുന്നതമായ പൂർണ്ണാവസ്ഥ തനിക്ക് പൂർണ്ണമായും കീഴടങ്ങ് തന്നെയാണ് ഭഗവാൻ കൃഷ്ണൻ ഇവിടെ സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബന്ധാവസ്ഥയിൽ കിടക്കുന്ന, ജയിലിലാണ് കിടക്കുന്നത്, ബന്ധനസ്ഥന അവസ്ഥയിലാണ് ഈ കലിയുഗത്തിൽ നമ്മൾ കിടക്കുന്നത്. അപ്പോൾ അതിനുള്ള ആ ബദ്ധാത്മാവിൻ്റെ ഏറ്റവും സമുന്നതമായ പൂർണ്ണമായ അവസ്ഥ തനിക്ക് പൂർണ്ണമായും കീഴടങ്ങുക, അതാണ് ശരണാഗതി എന്ന് പറയുന്നത്. ആ ശരണാഗതിയിലേക്ക് എത്തിച്ചേരാനാണ് ഭഗവാൻ പറഞ്ഞത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാൻ പറയുന്നു, ഭാഗവത്തിൽ ഉടനീളം പറയുന്നു, നമ്മൾ എന്നെക്കുറിച്ച് ശ്രവിച്ച് എൻ്റെ ആർച്ചാവിഗ്രഹം കണ്ട് എന്നെ ധ്യാനിച്ച് എൻ്റെ ഗുണങ്ങളും നാമങ്ങളും കീർത്തിച്ചുമാണ് എന്നോടുള്ള പ്രേമം വളരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഭക്തി പ്രേമം, ആ ഭക്തിയുത സേവനം, ആ പ്രേമഭക്തി വളരുന്നത്. അപ്പോൾ പ്രേമഭക്തി വളരണമെങ്കിൽ, ആ മാധുര്യ പ്രേമരസം നമുക്ക് വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, ശ്രവണ ദർശന ധ്യാനാൻ, അതാ പറയണം, ശ്രവണ ദർശന ധ്യാനാൻ മൈ ഭാവോ അനുകീർത്തന തഥാ സന്നികർഷേണ പ്രതിയാത തതോ ഗൃഹാൻ. അതായത് എന്നെക്കുറിച്ച് ശ്രവിക്കുക, എൻ്റെ ആർച്ചാവിഗ്രഹം കണ്ട് എന്നെ ധ്യാനിച്ച് എൻ്റെ ഗുണങ്ങളും നാമങ്ങളും കീർത്തിക്കുക. അതാണ് നമ്മളെപ്പോഴും ഭഗവാന്റെ തിരുനാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രം എപ്പോഴും നമ്മൾ ഇടതടവില്ലാതെ സതതം കീർത്തയന്തോമാന്നാണ് പറയുന്നത്. ഇടതടവില്ലാതെ ജപിക്കണം. നമ്മൾ രാവിലെ 16 മാല ജപിച്ചു, ചിലർ 8 മാല ജപിക്കുന്നു, അങ്ങനെയല്ല. ഇടതടവില്ലാതെ എപ്പോഴും ഭഗവാനുമായിട്ടുള്ള ബന്ധം, ആ നിർബന്ധേ കൃഷ്ണ സംബന്ധി, ആ ഗാഠബന്ധം നമ്മളിലേക്ക് അനുഭവപ്പെടണം. നമ്മൾ തിരിച്ചറിയണം ഭഗവാന്റെ ആ ഒരു ആശ്രയത വത്സലനായിട്ട് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ ആശ്രിതമായ അവസ്ഥയിലേക്ക് നമുക്ക് കിട്ടുന്ന ആ പ്രേമം, അല്ലെങ്കിൽ ആ കൃഷ്ണ പ്രേമം എന്ന് പറയുന്നത് നമ്മൾക്ക് വളരെ വലുതാണ്. അതിലൂടെ നമുക്ക് ഭക്തി, ഏത് സമയത്തും നമ്മുടെ ഭക്തിയെ രക്ഷിക്കുവാനും നമ്മുടെ ഉള്ളിലുള്ള ആ മാധുര്യ പ്രേമരസം എന്ന് പറയുന്നത്, ആ മാധുര്യ പ്രേമരസം നമ്മൾക്ക് അനുഭവമാകും. അത് കൃഷ്ണപ്രേമം. അതാണ് ഭക്തിയുത സേവനത്തിൻ്റെ വളരെ ഏറ്റവും എസൻസ്. അതാണ് ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നത്, നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖ ശമനോ തന്നമാമി ഹരിംപരം. അപ്പോൾ നമ്മൾ ആത്മസമർപ്പണം ചെയ്യുകയാണ്. ബദ്ധാത്മാവിനുള്ള ഏറ്റവും മംഗളകരമായ മാർഗം തന്നെ അത് തന്നെയാണ്. അപ്പം അതാണ് നമുക്ക് ശ്രീ ചൈതന്യ മഹാപ്രഭു തന്നിരിക്കുന്ന ആ നാമസങ്കീർത്തനത്തിലൂടെ ചെയ്തു തന്നിരിക്കുന്ന അതിലൂടെ എന്താ, സർവോപാധി വിനിർമുക്തം തത്പരത്തേന നിർമ്മലം കൃഷികേശ സേവനം. എല്ലാ ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച് ഭഗവാന്റെ എല്ലാത്തിനുള്ള ഒറ്റമൂല്യമാണ് ഏതാണ്, ഈ നാമസങ്കീർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നത് വഴി നമുക്കിതെല്ലാം സാധ്യമാകും. ഇങ്ങനെയുള്ള കൃഷ്ണപ്രേമം നമുക്ക് അനുഭവപ്പെടും, അത് തിരിച്ചറിയാൻ പറ്റും. അതാണ് കലിയുഗത്തിൻ്റെ പരമമായ കാഷ്ട. അപ്പോൾ അത് നമ്മൾ ദിവസവും നമുക്ക് ആ ഗോവിന്ദൻ്റെ ഏകാന്ത ഭക്തി ഗോവിന്ദ എന്നാണ് പറയണത്. അപ്പോൾ അതെപ്പോഴും നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? തഥാ രജസ്തമോ ഭാവ കാമലോപദയസ്ഥിതേ ചേതരേതരനാവൃത്യം സ്ഥിതം സത്വേ പ്രസിദ്ധി. സ്ഥിതമായിട്ടുള്ള ആ ഏകാന്ത ഭക്തി ഗോവിന്ദ എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യേണ്ടത്? എപ്പോഴും ശ്രോതവ്യം കീർത്തവ്യം ധ്യേയാം പൂജ്യശ്ച നിത്യത. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. എപ്പോഴും ദിനംതോറും ഏത് സമയവും ഭക്തിയുത സേവനത്തിൽ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗുരുവായൂരപ്പനെ, കൃഷ്ണനെ തിരിച്ചറിയാനും ആ ഒരു ഭക്തി നമുക്ക്, പ്രേമഭക്തിയുത സേവനം, അതാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് തന്നത്. എന്താ? ആ ഭക്തിയുടെ ഉന്നത ഉജ്ജ്വല രസം, ആ മാധുര്യ പ്രേമരസം. അതാണ് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ ചിത്തം ശുദ്ധമായിട്ട് നമുക്ക് മനസ്സിനുള്ളിലുള്ള ആനന്ദാംബുതി വർദ്ധനം പ്രതിപദം പൂർണ്ണാമൃത ആസ്വാദനം. ആ ആസ്വാദനം നമുക്ക് കിട്ടാനുള്ള ഒരേ ഒരു വഴി ഭഗവാന്റെ തിരുനാമ സങ്കീർത്തനം ജപിക്കുക ഒന്ന് മാത്രമാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കാരണം എന്താന്ന് വെച്ചാൽ
അതാ എങ്ങനെയാണ് വന്നത്? ശ്രീ ചൈതന്യ മഹാപ്രഭുവിൽ കൂടി കലിയുഗത്തിലെ ഭഗവാന്റെ തന്നെ അവതാരം ഭഗവാൻ തന്നെയാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭു നമുക്ക് വന്നിട്ട് അനർപ്പിത ചരിം ചിരാത് കരുണയാവതീർണാം കലൗ സമർപ്പയത് ഉന്നത ഉജ്ജ്വല രസാം സ്വഭക്തി ശ്രീയം. ചൈതന്യ ചരിതാമൃതത്തിലുള്ളതാണിത്. ആ ഭക്തിരസം, ആ സ്വഭക്തി ശ്രീയാം എന്താ അനർപ്പിത് ചരിം ചിരാത് കരുണയാവതീർണാം കലൗ സമർപ്പയതും ഉന്നത ഉജ്ജ്വല രസാം സ്വഭക്തി ശ്രീയം ഹരിപുരുട സുന്ദരീ ദുതി കദംബ സന്ദീപത സദാഹൃദയഗന്ധരേ സ്ഫുരത് വാ സച്ചിനന്ദന. അതാണ് ശ്രീമതി സച്ചിദേവിയുടെ പുത്രൻ എന്നറിയപ്പെടുന്ന പരമപുരുഷ ഭഗവാൻ നിങ്ങളുടെ ഹൃദയത്തിൽ അന്തഃപുരത്തിൽ എന്നെന്നും വസിക്കുമാറാകട്ടെ. അതാണ് നമ്മൾ ചൈതന്യ എന്നും ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്. ആ ചൈതന്യ മഹാപ്രഭുവിനോട് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ ഹൃദയത്തിൽ അന്തഃപുരത്തിൽ എന്നെന്നും വസിക്കുമാറാകട്ടെ. തിളയ്ക്കുന്ന പൊന്നിന്റെ, ആ ഭഗവാനെ പറ്റി ചൈതന്യ മഹാപ്രഭുവിനെ പറ്റി പറയുകയാണ്, തിളയ്ക്കുന്ന പൊന്നിന്റെ തിളക്കത്തോട് വിളങ്ങുന്ന, അതാണ് ഗൗരംഗ. ഗൗരംഗ എന്നാണ് ഗോൾഡൻ കളറ്, ഗൗരംഗ നിറത്തിലുള്ള അന്തഃപുരത്തിൽ എന്നെന്നും വസിക്കുമാറാകട്ടെ. തിളയ്ക്കുന്ന പൊന്നിന്റെ തിളക്കത്തോട് വിളങ്ങുന്ന അവിടുന്ന് തന്നെ കാരണമില്ലാ കരുണയാൽ, ഒരു കാരണം വേണ്ട, ഒരു കാരണവുമില്ലാത്ത ആ കാരുണ്യം ഈ കലിയുഗത്തിൽ അവതരിച്ച് വന്നതാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. അപ്പോൾ ആ വേറെ ഒരു അവതാരവും വേറെ ഒരു നൽകാത്ത ആ ഭക്തിയുടെ ഉന്നത ഉജ്ജ്വല രസം, ആ മാധുര്യ രസമായ മാധുര്യ പ്രേമരസം നമുക്ക് കിട്ടിയത് ചൈതന്യ മഹാപ്രഭുവിലൂടെ മാത്രമാണ്. വേറൊരു അവതാരങ്ങളിലും കൂടെ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് കലിയുഗത്തിൽ നാമസങ്കീർത്തനം ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ആ നാമം ജപിച്ച് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾക്ക് ആ ഉന്നത ഉജ്ജ്വല രസം, ആ മാധുര്യ പ്രേമരസം, ആ മധുരിമ, ആ ഭഗവാന്റെ പ്രേമം നമ്മളിൽ ഉള്ളിൽ അനുഭവപ്പെടും. അതിലൂടെയാണ് നമുക്ക് ഭക്തി കൂടുതൽ കിട്ടുകയും ഭഗവാൻ നമ്മളെ അടുത്തുണ്ട്, നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ള ആ തിരിച്ചറിവ് നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് നമുക്ക് കൃഷ്ണപ്രേമം ഉണ്ടാവുന്നത്. അപ്പൊ ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ല, നിരന്തരമായിട്ടുള്ള ആ ഭഗവാന്റെ തിരുനാമ സങ്കീർത്തനം മാത്രമാണ്. കാരണം ഭഗവാൻ അത്ര മാധുര്യമുള്ളതാണ്. അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപതേ അഖിലം മധുരം. അങ്ങനെയുള്ള ആ ഭഗവാനെ കൂട്ടുപിടിക്കലാണ് കലിയുഗത്തിലെ ഏറ്റവും മഹത്തായ ധർമ്മം, കർമ്മം, ആ കലിയുഗ ധർമ്മം. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഭഗവത് പ്രാപ്തി കൈവരിക്കുകയും ഭഗവാനുമായിട്ടുള്ള ആ ഗാഠബന്ധം, ആ ബന്ധത്തിൽ ഏർപ്പെടുകയും അതിലൂടെ നമുക്ക് എന്താ നിർബന്ധേ കൃഷ്ണസംബന്ധേ ഭഗവാനുമായിട്ടുള്ള ആ ഗാഠബന്ധം നിലനിർത്താനും ഭഗവാൻ നമ്മളോടൊപ്പം എല്ലാ കാര്യത്തിലും ഉണ്ടാവും. അപ്പൊ കാരണം എന്താ, ഈ ഇതില് ഈ മന്ത്രത്തില് എല്ലാവിധമായിട്ടുള്ള ശക്തിയുണ്ട്. ആ ശക്തി അതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ശ്രവണ കീർത്തന സ്മരണവന്ദന പാദസേവന ദാസ്യരേ പൂജന സഖിജന ആത്മനിവേദന ഗോവിന്ദദാസ അഭിലാഷരേ. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. എന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഭഗവാനുമായിട്ടുള്ള, കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കലിയുഗത്തിൽ നമ്മൾക്ക് വേറെ ഒരു രക്ഷയില്ല. ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം ഹലോ നാസ്തേവ 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 ഗതിരന്നത. വേറൊരു രക്ഷയില്ല. കാരണം അതുകൊണ്ടാണ് ഈ ശിഷ്ടാക്ഷരത്തിൽ നമ്മൾ കേട്ടിട്ടില്ലേ, നാം നാമ കാര്യ ബഹുദാനിജ സർവശക്തിം തത്രാർപ്പിത നിയമിതാ സ്മരണേന കാല. നാം നാമ കാര്യ ബഹുദാനിജ സർവശക്തി, ഇതിൽ സർവശക്തിയുമുണ്ട്. ഈ തത്രാർപ്പിത നിയമതാ സ്മരണേന കാല യഥാദൃശി തവ കൃപ ഭഗവൻ മമാമി ദുർദൈവമീമി ദൃശ്യമിഹ ജനിനാനുരാഗ. കാരണം അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് മാത്രമേ ജീവജാലങ്ങൾക്ക് സർവ്വ അനുഗ്രഹവും അരുളാൻ കൽപ്പുള്ളൂ. അങ്ങയ്ക്ക് അങ്ങയ്ക്ക് കൃഷ്ണൻ, ഗോവിന്ദൻ എന്നിവ പോലെ നൂറുകണക്ക് ലക്ഷക്കണക്കുമായ നാമങ്ങളുണ്ട്. ഈ ആധ്യാത്മിക നാമങ്ങളിൽ അങ്ങയുടെ ആധ്യാത്മിക ശക്തി നിക്ഷേപിച്ചിരിക്കുകയാണ്. അതാണ് ആ നാമങ്ങൾ ആലപിക്കുന്നതിന് നിഷ്കർഷങ്ങളായ നിയമങ്ങളില്ല. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ കാരുണ്യത്താൽ, അങ്ങയുടെ പരിശുദ്ധ
നാമങ്ങളിലൂടെ ആയാസമിന്നെ അങ്ങയുടെ അടുത്തെത്തുവാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കുന്നു. എന്നിട്ട് അവയോടും അഭിനിവേശം തോന്നാത്ത വിധം ഞാൻ തീരെ ഭാഗ്യം കെട്ടവനാണെന്നാണ്. അപ്പൊ കലിയുഗത്തിലെ അങ്ങനെ ഒരു ഭാഗ്യം കെട്ടവരായി തീരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുൻകൂട്ടി തന്നെ ഇങ്ങനെയുള്ള യജ്ഞാനുഷ്ഠാനങ്ങളും ഒക്കെ ഭഗവാൻ നേരത്തെ തന്നെ ഉപദേശിച്ചത്. അതെല്ലാവർക്കും ഈ കലിയുഗത്തിൽ ഈ മാധുര്യ പ്രേമരസം കിട്ടാൻ വേണ്ടി ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്ന പോലെ ആ മാധുര്യ പ്രേമരസം കിട്ടാൻ വേണ്ടി ഭഗവാന്റെ തിരുനാമം എപ്പോഴും ഇടതടവില്ലാതെ ജപിക്കുകയും ആ ഭഗവാന്റെ ആ വചനം എന്താ പറയുക, വചനം മധുരം ചരിതം മധുരം വസനം മധുരം ഫലിതം മധുരം ചലിതം മധുരം ഭ്രമിതം മധുരം മധുരാധിപതേ രഖിലം മധുരം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു എല്ലാം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഇപ്പൊ എല്ലാവരും തിരുനാമ സങ്കീർത്തനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ.